എന്തിനാണ് സമസ്ത? ഇവിടെ കൊണ്ടുപോകാനാണല്ലോ ഇപ്പോഴത്തെ ഭീഷണി. പുറത്തിറങ്ങാൻ കഴിയണില്ല, തട്ടിക്കൊണ്ടുപോകണം. ജസദ് തട്ടിക്കൊണ്ടായാൽ ഭീകര അക്രമം തന്നെയാണ്, പേടിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഈമാൻ പോവില്ല. എന്നാൽ 921 കുറച്ച് തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ രംഗത്തിറങ്ങി. അവർ തട്ടിക്കൊണ്ടുപോകുന്നത് ശരീരത്തിനെയല്ല, ഹിദായത്തിനെയും റൂഹിനെയാണ്. ആ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ ആത്മീയ ഉദ്യോഗസ്ഥന്മാരാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അന്ന് സമസ്തയിൽ കേന്ദ്ര മുശാവർ അംഗമായിരുന്നു റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതുകൊണ്ട് സമസ്ത എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഗ്രൂപ്പല്ല. ഒരു ഗ്രൂപ്പിന് വേണ്ടി ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാത്ത മനുഷ്യനാണ്. ഞാൻ വാല് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്ക് അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സുബീൻ്റെ ശേഷം ഒരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 6 മണിക്കുള്ള ട്രെയിന് കയറി ഇങ്ങോട്ട് വരാൻ കാരണം ഈ സമദ് ഉസ്താദ് മുട്ട എന്നൊന്ന് മുട്ടിയതാണ്. അദ്ദേഹം നിരന്തരം മുട്ടിയത് കൊണ്ടാണ് മട്ടത്തിൽ ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് മുട്ടത്തിൻ്റെ മുട്ടലാണ് ഇവിടെ എത്താൻ കാരണം. അതിന് കാരണം ഇത് സമസ്തയുടെ പരിപാടി എന്നുള്ളതുകൊണ്ടാണ്. ഇതൊരു ഗ്രൂപ്പാണെങ്കിൽ ഈ രാവിലെ ഞാൻ ഇവിടെ വരുമോ? എനിക്ക് എന്തെല്ലാം പണിയുണ്ട്. ഇതൊരു ഗ്രൂപ്പല്ല, ഇത് കേവലം ഒരു പാർട്ടിയുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് ആരെങ്കിലും നേരിടാനോ കീഴ്പ്പെടുത്താനോ ഭയപ്പെടുത്താനോ അട്ടിമറിക്കാനോ കുതിര കയറാനോ ഖണ്ഡനത്തിനോ വാദപ്രവാദത്തിനോ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. ഇത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് എന്തിനായിരുന്നോ കപ്പൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് എന്തിനായിരുന്നു വടി, ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് എന്തിനായിരുന്നു ഇഹിയാഉൽ മൗത്ത, എന്തിനായിരുന്നു മരിച്ചവരെ ജീവിപ്പിച്ചതും വെള്ളപ്പാണ്ട് മാറ്റിയതും കുഷ്ഠരോഗം കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ രക്ഷപ്പെടുത്തിയതും ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? അതേ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു വിശുദ്ധമായ ഖുർആൻ. വരക്കൽ തങ്ങളുടെ കാലത്ത് വടിയുടെ ആവശ്യമില്ല, കുഷ്ഠരോഗം മാറ്റേണ്ട കാര്യവുമില്ല. അന്ന് ജലപ്രളയം ഇല്ലാത്തതുകൊണ്ട് കപ്പലിൻ്റെ കാര്യമില്ല. അന്നൊരു ഖുർആനൊട്ട് ഇറങ്ങൂല്ല. അന്ന് ആവശ്യമുള്ളത് സംഘടനയാണ്. ഓരോ ആളുകളും സംഘടന ഉണ്ടാക്കുകയാണ്, ഐക്യസംഘം. അന്നത്തെ ജമിയത്തുൽ ഉലമ അവരെ നേരിടാൻ ഇനി വേണ്ടത് മൂസാ നബിൻ്റെ കയ്യിലുള്ള വടിയല്ല, അന്ന് വേണ്ടത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലല്ല, അന്ന് വേണ്ടത് സംഘടനയാണ്. ഓരോ കാലത്തും ദീനിൻ്റെ ഉന്നതിക്ക് വേണ്ടി, ശരീഅത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ സംവിധാനമാണ് അവൻ്റെ മഹാന്മാർ വഴി ഹിദായത്തിനെ നിലനിർത്തുക എന്നത്. അതിന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന കുത്തുബായ സയ്യിദായ ആലിമായ ആരിഫായ ആബിദായ മഹാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സിറാത്ത് മുസ്തഖീമിൻ്റെ കേരളീയ അന്തരീക്ഷത്തിൻ്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത്. അതിൻ്റെ ഭാഗമാവാനുള്ള ഭാഗ്യം അള്ളാഹുവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി വേണ്ടത് ശുക്രാണ്. നിങ്ങൾ SKSBV ആണ്, സമസ്ത കേരള സുന്നി ബാലവേദി. അതിനിങ്ങനെ വേണേൽ പറയാം, SK സമുദായത്തിൻ്റെ കാവൽക്കാർ, SBV സ്വർഗം ഭാവിയിൽ വാങ്ങുന്ന കുട്ടികൾ. അള്ളാഹു തആല ഈ ഇരുത്തം അതിന് നിമിത്തമാക്കി തരട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിന് സബബാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. പോരാ, ബാക്കൊന്നും സ്വലാത്തിലിണില്ല. ബിൻ നബിയിൽ മുസ്തഫ സ്വലാത്ത് എന്നുള്ള വാക്ക് സിലത്ത് എന്നുള്ള വാക്കെന്ന് വന്നാണ്. സിലത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാ. സിലത്തുർ റഹിം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ വലിയ രസം എന്താ വെച്ചാൽ ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യാന്നാണ്. ഇത്തസൽത്തു ഞാൻ ഫോൺ ചെയ്തു എന്നാണ്. സ്വല്ലൈത്തു ഞാൻ സ്വലാത്തല്ലി എന്നാണ്. ഈ ഭാഷാ ബന്ധം നോക്കി നിങ്ങൾ. ഇത്തസൽത്തു എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്തു, സ്വല്ലൈത്തു എന്ന് പറഞ്ഞാലോ ഞാൻ സ്വലാത്തല്ലി. അപ്പോൾ സ്വലാത്ത് എന്നുള്ള ആത്മാവ് കൊണ്ട് റസൂലുള്ളാഹിക്ക് ചെയ്യുന്ന ഫോൺ കോളാണ്. അപ്പുറത്തുനിന്ന് എടുക്കാതിരിക്കൂല കോള് കണ്ടാൽ.
ഒരു സംശയം വേണ്ട. നമ്മൾ സ്നേഹിച്ച ആളുകൾ വിളിക്കണ സമയത്ത് കിട്ടിയില്ലെങ്കിലും മിസ് നമ്മൾ കണ്ടാൽ തിരിച്ചു വിളിക്കുമല്ലോ. ആ ഒരു സാമാന്യ സ്നേഹമെങ്കിലും മദീനയിൽ നിന്ന് അതിലേക്കാൾ അപ്പുറമായിട്ട് ശുക്കൂർ വൈസി വിളിച്ചോണ്ടിരിക്കുന്ന എത്തിയില്ല മുങ്ങോന്ന് പേടിച്ചിട്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ മൂപ്പര് മുങ്ങി. അതാണ്ടായി. ഉണ്ടായി. അപ്പം അതുകൊണ്ട് എനിക്ക് എന്നോട് നിങ്ങളോടും പറയാനുള്ളത്, സമസ്തയിൽ ഭാഗവാക്കാവുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് പടച്ചവൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ പറയാം. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇത് കേവലമായ ഒരു പാർട്ടിയേ അല്ല. ഇതുണ്ടാക്കിയ സമയത്ത് വരക്കൽ തങ്ങൾ എന്താ ദ്വാരുന്ന കാര്യങ്ങൾ, അള്ളാഹുവേ സമസ്ത എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന് ഞങ്ങൾ സ്ഥാപിച്ചത് നിന്റെ ഹിദായത്തിന്റെ സിറാത്ത് മുസ്തഖീമിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് സമസ്തയെ ഞങ്ങൾ സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇത് നിലനിർത്തണേ അല്ലാ, ഇല്ലെങ്കിൽ തകർക്കണേ അല്ലാ. കേരളത്തിൽ ഒറ്റ പാർട്ടിക്ക് ഒരു നേതൃത്വം അങ്ങനെ ദ്വാരുന്നിട്ടുള്ളൂ. അല്ലാത്ത പാർട്ടിക്കൊക്കെ ഒന്ന് കൂടിയിരുന്ന് ദ്വാരം നോക്കണം, അടുപ്പാണ്ട് ഊരും. അതാണ്ടാല് ആമീൻ പറഞ്ഞ ആൾ കോമാളിൻ്റെ ആളല്ല. ആമീന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഒരു ബുഡൂസിൻ്റെ ആൾക്കാരല്ല. ദ്വാക്ക് നേതൃത്വം കൊടുത്ത ആളോ അന്ന് കേരളത്തിൽ ദ്വാരുന്നാൽ ഉത്തരം കിട്ടുന്നവരിൽ അധ്യക്ഷനാണ്. അതുകൊണ്ട് ആ ദ്വാ ചെറിയ ദ്വാ അല്ല. ആ ദ്വാ ശരിയായിരുന്നു എന്നാണ് ഈ ഇരുത്തം, ഇങ്ങനെയുള്ള ഇരുത്തൊക്കെ തെളിയിക്കുന്നത്. അതായിരുന്നു ശരിയെന്നാണ്. ആ ശരീൻ്റെ കൂടെ നമ്മളുള്ളത്. അതുകൊണ്ട് SKS ബേബി സമുദായത്തിൻ്റെ കാവൽക്കാർ, സ്വർഗഭവനം വാങ്ങുന്ന ആളുകൾ, നിങ്ങൾ അങ്ങനെ ആവൂലേ, നമ്മൾക്കും അങ്ങനെ ആവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും പോകുന്നത് ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലായിരിക്കും ഭൂരിഭാഗം ആളുകളെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിലാലോ നമുക്ക് കയറേണ്ടത്, അവിടെയല്ലേ അടിച്ചുപൊളി കേന്ദ്രം. ഇതൊന്നും ഒന്നുമല്ലല്ലോ. സ്വർഗത്തിൽ ഇനി എന്താ SKSB ഉണ്ടാക്കാൻ പറ്റുമോ? SKSF ഉണ്ടോ? അവിടെ സമസ്തൻ്റെ സമ്മേളനം ഉണ്ടോ? അവിടെ ഇനി പശയേറ്റ് നടക്കണോ? അവിടെ ഇനി കൊടി പിടിച്ചിട്ട് റോട്ടിൽ കൂടി ഓടണോ? അവിടെ പബ്ലിസിറ്റി ഉണ്ടോ? അവിടെ വയലുണ്ടോ? അവിടെ എന്താ ഉള്ളത്? വെറും അടിച്ചോളി. തോന്നണൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അല്ലാഹു തആല വക വെച്ച് തരും. പക്ഷെ അത് ഇവിടുന്ന് വക വെച്ച് തരില്ല. നമുക്കിപ്പോൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാവൊക്കെ നടക്കുമോ? പലതും പേടിച്ചിട്ട് ചെയ്യണില്ലല്ലോ നമ്മൾ, അല്ലേ? തന്നെ അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്. കുടിക്കുക, കളിക്കുക, തുള്ളുക, പാട്ട് പാടുക, ആർഭാട ജീവിതം, ആഡംബര ഭവനം, ഇതൊക്കെ നമ്മളെ ആഗ്രഹമല്ലേ? നമ്മൾ അള്ളാൻ്റെ സൃഷ്ടികളല്ലേ? പടച്ചോന് വക വെച്ചൊരു ഇങ്ങോട്ടോ. അതുകൊണ്ട് സ്വർഗത്തിലെത്തിയ ഇനിയുള്ള പണി വാലും പരിപാടിയൊന്നുമല്ല, തീറ്റും കുടിയും തുള്ളലും മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു തആല കള്ളുടിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. എന്താ ആരും ആമീൻ പറയാത്ത? ആ സ്വർഗല്ലേ പറയണത്. അപ്പോൾ സ്വർഗത്തിലെ കള്ളനല്ലേ ചർച്ച? ഇവിടുത്തെ കള്ള ആരെങ്കിലും ചർച്ചയ്ക്ക് എടുക്കുമോ? കാരണം ബഗ്ദാദിൽ ഒരു ഹംക്ക് കള്ളുടിച്ചാണ്ട് രാവിലെ ചെയ്യുന്ന പണി എന്താ പറയുക? കള്ളങ്ങോട്ട് കുടിക്കുന്നുണ്ട്, തുണിയാണ്ട് ഊരും, എന്നിട്ട് കയ്യ്ക്ക് മൂത്രമൊഴിക്കും, എന്നിട്ട് അള്ളാഹിനോട് ഓർക്കും അല്ലാഹുമ്മ ജിഅൽനി മിനൽ മുത്തത്വഹിരീൻ. ഈ കള്ള് കുടിക്കാനുള്ള ഭാഗ്യത്തിന് ഭ്രാന്താലയത്തിലെ അന്തേവാസിയല്ലേ ദ്വാരക്കുള്ളൂ. ഞാൻ ഇപ്പോൾ ആ കൂട്ടത്തിൽ പെട്ട ആളല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ മര്യാദക്കൊന്ന് ആമീൻ പറയും. അള്ളാഹു ശരിക്കുള്ള കള്ളു കുടിക്കാനുള്ള ഭാഗ്യം തെറ്റേ. ആരാ ഓവർ ആമീൻ പറഞ്ഞേ? അല്ല, ഈ അണ്ണാക്കിൻ്റെ അടിയിൽ നിന്ന് ആമീൻ വലിച്ചു കൊടുക്കുന്ന ആരാ? ആമീന്ന് പറഞ്ഞല്ലോ. അതും വേണ്ട. അതെന്താരോ ഇവിടെ നിന്നൊന്നും കുടിക്കണില്ല, അപ്പം ആ ദേഷ്യം തീർത്താണ്, ഞാൻ അവിടെ നിന്നെങ്കിലും കിട്ടട്ടെ എന്ന്. ഫ്രഷായ കള്ള് SKSBൻ്റെ എല്ലാ കുട്ടികൾക്കും, SKSFർക്കും, സമസ്തൻ്റെ മുഴുവൻ ആളുകൾക്കും യഥാർത്ഥ ഫ്രഷായ കള്ള് കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അവിടെയാണ് കൊട്ടാരുള്ളത്. അവിടെ തുള്ളാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇതൊക്കെ നമ്മളെ പോസ്റ്റിൽ വെച്ച് പറയാട്ടോ. ആൺകുട്ടിൻ്റെ ലക്ഷ്യം അള്ളാഹുവാണ്. അതിപ്പോൾ SKSBയിൽ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളോടായതുകൊണ്ട് അങ്ങനെ തോർക്കണേ. അല്ലാത്തവരോട് തോർക്കണേ ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹ. അതാണ്. അതിപ്പോൾ SKSBയുടെ പോസ്റ്റല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് തോരുന്നത്. ഇവിടെ ധൈര്യമായിട്ട് ആമീൻ പറഞ്ഞോളി. ആയിരക്കണക്കിന് കാമുകളായിരിക്കും ഹൂർലിങ്ങൾ. സ്വർണത്തിൻ്റെ കൊട്ടാരം, കനക കൊട്ടാരം. ജന്നത്താനി മിൻ ദഹബിൻ ആനിയത്തുഹുമാ വഹുലിയുഹുമാ വമാ ഫീഹിമാ മിൻ ദഹബ്.
വജന്നതാനി മിൻ ഫില്ല ആനിയതുഹുമാ വഹുലിയുഹുമാ വമാ ഫീഹിമാ മിൻ ഫില്ല മുഹമ്മദ് മുസ്തഫ. ഇതൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ വെറുതെ പറഞ്ഞല്ല, നമുക്ക് വേണ്ടി പറഞ്ഞാണ്. കാരണം വ്യത്യസ്ത തസ്തികയാണ് മനുഷ്യന്മാർ. താഴെ തസ്തികയിലുള്ള ആളുകളെ കുറിച്ചാണ്. 2 കൊട്ടാരം, അതിലുള്ള ഇഷ്ടിക മൊത്തം സ്വർണം, അതിൽ തേച്ച കുമായം കുങ്കുമം, അതിക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ മാണിക്യം. കണ്ട ഓരോരുത്തർ ഇപ്പം തന്നെ നീക്കണ കയറാൻ വേണ്ടിയിട്ട്. ഇതങ്ങോട്ട് തലയിൽ കയറിയാൽ SKSBയിലെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കൂലേ. കാരണം ഇതുകൊണ്ട് കിട്ടുന്നത് അതാണേന്ന്, ഇതോ വേറൊന്നുമല്ല. ഇന്നത്തെ ബദറും ഉഹുദൊക്കെ തന്നെയാണ്, ഇന്നല്ലാതെ വേറെ ആയുധം കൊണ്ടുള്ള കളിയുണ്ടോ? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. നമുക്കൊന്ന് ഈമാനോടെ മരിക്കണ്ടേ? ഒന്ന് നന്നായിട്ട് പറഞ്ഞാൽ മരിക്കണ്ടേ? ഉറപ്പല്ലേ? എന്നാ ഇതിൽ ഇഖ്ലാസോടെ പണിയെടുത്തോളി. ഒരു SKSBയുടെ കുട്ടി മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞു. റബീഉൽ അവ്വലായിരുന്നു. അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവമാണ്. ഈ കുട്ടീൻ്റെ വയസ്സ് 12 വയസ്സാണ്. ആ ഏരിയയിൽ SKSBയുടെ പ്രധാന പ്രവർത്തകനാണ്. 7ാം ക്ലാസ് പഠിക്കുന്ന ആളാണ്. ക്ലാസ് എടുത്ത സമയത്ത് റസൂലുള്ളാഹിനെ വർണ്ണിച്ചു. ഇങ്ങനെ നമ്മൾ വളരേണ്ടത്. ഹബീബിനെങ്ങനെ വർണ്ണിച്ചപ്പോൾ ഈ കുട്ടി എണീറ്റ് പറഞ്ഞു, ഉസ്താദെ ഒന്ന് നിർത്തി, അങ്ങനെ ഒന്നും അല്ലായിരുന്നു. വൈലത്തൂർ എന്നുള്ള സ്ഥലത്ത് നടന്നതാണ്. നിങ്ങൾ നിർത്തിയെന്ന് തന്നെ, പടച്ചോനെ കരുതി നിർത്തിയെന്ന് പറഞ്ഞു. സദസ്സാകെ സ്തംഭിച്ചു. ഹബീബിൻ്റെ ശരീര സൗന്ദര്യം വർണ്ണിക്കണ സമയത്ത് ഉസ്താദിനോട് ചാടി കയറിയിട്ട് നിർത്തിയും സഹിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ SKSBയുടെ കുട്ടി. സാഹസ് കഴിഞ്ഞപ്പോൾ സദർ അടുത്തേക്ക് വിളിച്ചു, മോനെ ഇതൊക്കെ പറയാൻ പാടുണ്ടോ? അഥവാല്ല വിഷയം, ഇതൊക്കെ അഥവുകേടല്ലേ എന്ന് വെച്ചു. അപ്പോൾ SKSBയുടെ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ പറഞ്ഞാരോ? ഉസ്താദേ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മദ്രസയിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. ആ പ്രസംഗത്തിൽ സലാത്ത് അധികരിപ്പിച്ച റസൂലുള്ളാഹിനെ കാണാമെന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. ഞാൻ വാപ്പച്ചിനോട് ഒരു കൗണ്ടർ ചോദിച്ചു, വെള്ളിയാഴ്ച രാവുമാണ്. വാപ്പച്ചി കൗണ്ടർ എനിക്ക് തന്നു. ഞാൻ 1000 സലാത്ത് അല്ലിയിട്ട് SKSBൻ്റെ മുത്തുമോന് 1000 സലാത്ത് അല്ലിയിട്ട് അന്ന് ഉറങ്ങി ഉസ്താദേ. ആ ഉറക്കിൽ എൻ്റെ കിനാവിൽ വന്നു മുഹമ്മദുൻ വിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറലുൻ അലൽ ഉമമി മൗലായ ലിംദാഇമൻ അബദാൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പാതിരാവിൻ്റെ ഉള്ളറയിൽ സ്വലാത്ത് ചൊല്ലി കടന്നുറങ്ങിയ സമസ്ത കേരള സുന്നി ബാലവേദിയിലെ പ്രിയങ്കരനായ ഒരു കുഞ്ഞുമോന്റെ കിനാവിലതാ പാൽപുഞ്ചിരി തെളിയുകയാണ്. ബദർ ഇറങ്ങുകയാണ്. നക്ഷത്രത്തെ വെല്ലുന്ന പല്ലുകളാണ്, അമ്പിളിയെ വെല്ലുന്ന കവിളുകളാണ്, ഹഠാതാകർഷിക്കുന്ന മനോഹാരിത തുടിച്ചു നിൽക്കുന്ന കാന്തിയുള്ള മുഖമാണ്, ചുവപ്പ് കലർന്ന വെളുവെളുപ്പിന്റെ തുടിപ്പാണ്. ഈ കുഞ്ഞുമോന്റെ കിനാവിൽ ഒന്ന് സലാം പറയുകയാണ്. ഈ കുട്ടി പറയാണ്, ഉസ്താദെ നിങ്ങളിപ്പോൾ റസൂലുള്ളാഹിന്റെ ശരീരം വർണ്ണിച്ചില്ലേ, അപ്പം എൻ്റെ കിനാവിൽ കണ്ട മുഖം ഞാൻ മറന്നിട്ടില്ല, മറഞ്ഞു പോയിട്ടില്ല. അപ്പം നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല, അതിൻ്റെയൊക്കെ എത്രയോ മേലെയാണ്. അതുകൊണ്ട് എൻ്റെ ഹബീബിൻ്റെ മുഖം എൻ്റെ കൽബിലുള്ളതുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ല എന്ന് ഉറപ്പായതുകൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞാണ്. ക്ഷമിക്കണം എന്ന് പറഞ്ഞു. SKSBയുടെ കർമ്മോത്സകനായ കുഞ്ഞുമോന്, നിങ്ങളൊക്കെ അങ്ങനെ ആവണം, നമുക്കൊക്കെ ആ ഭാഗ്യം കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം നമ്മൾ ശംസുൽമൻ്റെ മക്കളാണ്. ആരെ? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സത്യത്തിൽ അഹ്ലു ബൈത്തിലെ താരമാണ്. പക്ഷെ അവർ പറഞ്ഞ എന്താ അറിയോ? ഈ കൊടി എൻ്റെ മക്കൾ മഹദി ഇമാമിൻ്റെ കൈ. കൊടി എന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനത്തെ ഒരു കൊടിയൊന്നുമില്ല, അതൊരു പ്രതീകമാണ്. അതിന് അലങ്കാര ശാസ്ത്രമൊക്കെ പഠിക്കണ്ടേ, അല്ലാതെ കൊടി കൊടി എന്നിട്ട് വിമർശിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രസ്ഥാനത്തിനോട് കൂറ് പുലർത്തി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അന്ന് വരക്കൽ തങ്ങൾ മക്കൾ എന്നാ പറഞ്ഞത്. വരക്കൽ തങ്ങൾ നമ്മളെല്ലാം മക്കളായി ചേർത്തി പിടിച്ചു. ഇതൊരു ഭാഗ്യല്ലേ? ശംസുലമ നമ്മളെ എല്ലാവരെയും കുട്ടികൾ എന്ന് പറഞ്ഞ് ചേർത്തി പിടിച്ചു. ഇത് ഭാഗ്യല്ലേ? അവർ നേതൃത്വം നൽകി സ്ഥാപിച്ച് തീറ്റിപ്പോറ്റി നോക്കിപ്പോറ്റി
വെള്ളവും വളവും കൊടുത്ത് വളർത്ത് വലുതാക്കിയ ഒരു മരമാണ് സമസ്ത. അതിൻ്റെ ശിഖിരങ്ങളാണ് SKSF, SBV, SYS, വിഖായ, തൊലബ, അതുപോലെ ഇബാദ്, ഇങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ ശിഖിരങ്ങളാണ്, അതിൻ്റെ ചില്ലകളാണ് ഇരിക്കുന്ന നിങ്ങളൊക്കെ. നമുക്ക് പഴം കഴിക്കാനുള്ളത് സ്വർഗത്ത് നിന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇത് കൊമ്പ് മുറിയാതെ ഉറച്ചു നിൽക്കണം. പല കാറ്റും കോളും ഇടി മിന്നൊക്കെ വരും. ഇതൊരു കപ്പലാണ്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള കപ്പൽ പോലെ ബിദ്അത്തിന്റെ ലലാലത്തിന്റെ സുനാമി കേരളീയ അന്തരീക്ഷത്തിലങ്ങ് പ്രളയമായി വന്നപ്പോ വരക്കൽ മുല്ലക്കോയത്തങ്ങളോ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, അവരെല്ലാവരും കൂടി നിർമ്മിച്ച സുശക്തമായ കപ്പലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. സുനാമിയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ സുനാമി ഉണ്ട്, വിദേഹത്തിൽ ഒക്കെ വസ്വാസമല്ലോ. വസ്വാസാക്കല എന്നത്തെ മെയിൻ പണി. സോഷ്യൽ മീഡിയയിലാണ് കയറുക, വസ്വാസാക്കുക. നാളെ ഒരു കുട്ടീനോട് ഒരു സാറ് വെച്ചോലോ, ഓനെ കാക്ക പറക്കുന്നു, കോഴി പറക്കുന്നു, ആന പറക്കാത്തത് എന്തുകൊണ്ട് എന്ന്. കാരണം ആനക്കുണ്ടല്ലോ ഈ ചിറക് പോലത്തെ 2 വലിയ ചെവി, അതാണ്ട് കുറഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ. അപ്പോൾ കുട്ടികളെ കൂടി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അന്തം വിട്ട് നിൽക്കുമ്പോൾ കുട്ടികളോട് വെച്ച് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയാത്തത് എന്തുകൊണ്ട്. അപ്പോൾ കുട്ടികൾ അതിനേക്കാളും വസ്വാസായി. അതിൽ SKSBൻ്റെ ഒരു മിടുക്കനായ കുട്ടി നീച്ചു പറഞ്ഞു, മാഷെ ആനെങ്ങാനും പറഞ്ഞാൽ നമ്മളെ പുറത്ത് വന്ന് വീണാൽ ചമ്മന്തി ആവൂലേന്ന് വെച്ച്. അതൊരു മറുപടിയാണ്. അങ്ങനെങ്കിലും മറുപടി അറിയാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഒക്കെ വസ്വാസിൻ്റെ കാലമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു തആല കുട്ടിയാകുമ്പോഴേ ഒരു യുക്തിവാദി വന്നു. യുക്തിവാദി എന്നിട്ട് ചോദിച്ചു, പിന്നെ നിങ്ങൾ അള്ളാഹിനെ വിശ്വസിക്കണ്ടോ? അള്ളാഹിനെ കണ്ടുകണോ? ഇല്ല. അപ്പം എന്നെ കാണാതെ എങ്ങനെ വിശ്വസിക്കുക? ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോയെന്ന് വെച്ച്. അള്ളാഹിനെ തൊട്ടുകണോ? ഇല്ല. അള്ളാഹിനെ മണത്തുകണോ? ഇല്ല. അള്ളാഹിനെ കേട്ടുകണോ? അല്ല, അള്ളാഹിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, മണത്തിട്ടില്ല, കേട്ടിട്ടില്ല. ഇനി ഒന്ന് മാത്രമാണ് ബാക്കിയുള്ളത്. എന്താ? പഞ്ചേന്ദ്രിയത്തിൽ ഒന്ന് മാത്രമാണ് ബാക്കിയുള്ള. എന്താ? അതാ നിങ്ങളെല്ലാവരും മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കാമല്ലോ. ആരും മൊബൈൽ ഇപ്പോൾ എടുക്കല്ലേ? അതെന്താ? പഞ്ചേന്ദ്രിയത്തിൽ ഒന്ന് മാത്രമല്ലേ ബാക്കിയുള്ളൂ. കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്. ഒന്നും കൂടി ഉണ്ട്, രുചിച്ചറിവ്. അപ്പം ഇയാൾ വെച്ച് നിങ്ങൾ അള്ളാനെ രുചിച്ചുകണോ? ഇല്ല. പിന്നെ എങ്ങനെ അള്ള ഉണ്ടെന്ന് വിശ്വസിക്കാന്ന്? അതിന് നിങ്ങളെപ്പോലത്തെ പ്രായത്തെ അബൂ ഹനീഫ അള്ളാനെ കൊടുത്ത മറുപടി എന്താ അറിയോ? ഈ യുക്തിവാദിയോട് വെച്ചു, ഈ ബുദ്ധിയുള്ള ആളോ പൊട്ടനോ? ബുദ്ധിയുള്ള ആള്. ഈ എൻ്റെ ബുദ്ധിയെ കണ്ടുകണോ? ഇല്ല. മണത്തുകണോ? ഇല്ല. തൊട്ടുകണോ? ഇല്ല. രുചിച്ചുകണോ? ഇല്ല. പിന്നെ ഈ പൊട്ടനല്ലേ? ഇന്ന് ഇങ്ങനെ പറയുന്ന ആളുകളില്ല. അതാ അന്നത്തെ പ്രശ്നം. ഇന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഇസ്ലാമെന്ന് കൊഴിഞ്ഞു പോവാണ്. മതത്തിൻ്റെ വേലിയാടല അന്നത്തെ വലിയ പ്രശ്നം. മറ്റേ വേലിയാടലൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചിരുന്നൊരു കാലമുണ്ട്, അതൊക്കെ താഴ്ന്നു പോയി. ഇന്ന് മതത്തിൻ്റെ വേലിയാടി പോവാണ്. യുദ്ധത്തിൻ്റെ കൊടുങ്കാറ്റടിച്ചു വീശാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് ശംസുലുമ, കാലഘട്ടത്തിൻ്റെ ശംസുലുമയാണങ്ങൾ, കാലഘട്ടത്തിൻ്റെ കണ്ണിയത്ത് സ്ഥാപനം. ശംസുലുമ വിദേഹത്തേരെ അങ്ങനെയാണ് നേരിട്ടത്. വിദേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞു ജാറെന്നുള്ളത് ആ ജാറത്ത് കിടക്കുന്ന ആൾക്കാരെ പൂജിക്കലാന്ന് പറഞ്ഞു. ജാറം കെട്ടൽ കബറാലിയെ പൂജിക്കലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഇബാദത്താണ്, അവിടെ കിടക്കുന്ന വലിയ ഇബാദത്ത് ചെയ്യലാണ്, അത് ജാറം പൂജയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശംസുലുമ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ തീപ്പെട്ടി കൊള്ളിക്ക് പെട്ടി ഉണ്ടാക്കുന്ന കൊള്ളിയെ പൂജിക്കലല്ലേ എന്ന് വെച്ചു. അങ്ങനെയല്ലോ. പേപ്പർ സംരക്ഷിക്കാൻ വേണ്ടി ഓഫീസ് ഉണ്ടാക്കലുണ്ടല്ലോ, അത് പേപ്പർ പൂജ. അത് പേപ്പർ പൂജ അല്ലേ? കാബ ഷരീഫിനെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി കില്ല വെക്കാറുണ്ടല്ലോ, അത് കാബ പൂജ. എന്താണ് ആ മറുപടി? എന്താണ് ആ ഉദാഹരണം? എന്താണ് അവരുടെ ബുദ്ധി? കോടതി കയറിയപ്പോൾ കൊട ഉണ്ടായിരുന്ന കക്ഷത്ത് വക്കീൽ പറഞ്ഞ പുറത്ത് വെച്ചാലും മൂല്യരെന്ന് പറഞ്ഞു. കക്ഷത്ത് എടുത്തിട്ട് പുറത്താണ്ട് കുത്തിവെച്ചു. കുശാഗ്ര ബുദ്ധി. അത് പാണ്ഡിത്യ ലോകത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പുറത്ത് കൊട കുത്തിയേക്കണം എന്നല്ല നിങ്ങളോട് പറയണത്. ഒരു കാര്യം കേട്ടാൽ അത് അതേപോലെയാണ് കോപ്പി അടിക്കണം എന്നല്ലല്ലോ വരിക. അങ്ങനെയല്ലല്ലോ. നിങ്ങളെല്ലാവരും SKSBയിൽ സമസ്തയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി അശാന്തമായി സേവനം ചെയ്ത് പരിശ്രമിക്കുന്ന പാടുപെടുന്ന കുട്ടികളായിരിക്കണം. എന്നിട്ട് മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
കാരണം ഇന്ന് നമുക്ക് പ്രവർത്തിക്കാൻ ഹിദായത്തിന് വേണ്ടി സിറാത്ത് മുസ്തഖിമിന് വേണ്ടി നിലനിൽക്കാനുള്ള വേദി സമസ്തം മാത്രമാണ്. അതിൽ ഇഖ്ലാസോടെ പ്രവർത്തിച്ചവരൊക്കെ സ്വർഗത്തിലെത്തും. ഇഖ്ലാസ് വേണമെന്ന് മാത്രം. അതുകൊണ്ട് SKSBB എന്ന് പറഞ്ഞാൽ ചെറിയതല്ല, പടച്ചോന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിനുള്ള അവസരം അള്ളാഹുവിൻ്റെ വരദാനമാണ്, അള്ളാഹുവിൻ്റെ സൗഭാഗ്യമാണ്. കാരണം നേതാക്കളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കളാണ് നമ്മെ. അവർക്ക് മരണമില്ലല്ലോ. മരണം എന്ന് പറഞ്ഞാൽ ശരീരം ജീർണിക്കുക, ശരീരത്തിന് ആത്മാവ് പുറത്തു പോവുക, അതാണ് മരണം. എന്നാൽ മഹാന്മാരെ ശരീരം ജീർണിക്കൂല, ആരുടെയും റൂഹ് നശിക്കൂല. ആ മഹാന്മാർക്ക് മരിച്ചാൽ പവർ കൂടുകയാണ്, പവർ കുറയില്ല. പിന്നെന്താ, ചില ആളുകൾ ഒരു മരിച്ചാൽ കേൾക്കൂലെന്ന്. അവിടുന്നാണ് നമ്മളെ സമസ്ത ഉണ്ടായത് തന്നെ, മരിച്ചാൽ കേൾക്കൂലെന്ന്. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, മൊയ്തീൻ ഷേ നിങ്ങളൊക്കെ വിളിക്കുന്നത് കേട്ടാൽ തന്നെ മലയാളം തിരിയോന്ന് വെച്ച്. മൊയ്തീൻ ഷേ കാക്കണമെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ അത് കേട്ടാൽ തന്നെ എങ്ങനെ മലയാളം തിരിയോന്ന് വെച്ച്. അപ്പം ഞാൻ അയാളോട് വെച്ചു, മൊയ്തീൻ ഷേൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങളെ നാട്ടിൽ ഒരു അണ്ണൻ മണി ചത്തു എന്ന് വിട്ട് മരിച്ചു എന്ന് വിട്ടുക. അണ്ണന് കുപ്പി വെറുക്കാനിടയിൽ വണ്ടി കെട്ടിയിട്ട് മരിച്ചു. അപ്പോൾ മൊയ്തീൻ ഷേ അല്ലല്ലോ. അയാളെ കബറ് കൊണ്ടുപോയിട്ടാൽ മലക്കുകൾ എങ്ങനെ ചോദിക്കുക, അണ്ണ ഉക്കാരെങ്കിൽ അല്ല എപ്പടിയാൻ തിരിയുമാ, അങ്ങനെ ചോദിക്കുക. അല്ല എങ്ങനെ ചോദിക്കുക, മൺറപ്പൂക്കാന്നല്ലേ ചോദിക്കുക. അതെങ്ങനെ അണ്ണന് തിരിയണേ? മൊയ്തീൻ ഷെയ്ൻ്റെ ഒക്കെ അവിടെ നിൽക്കട്ടെ എന്ന്, അതൊക്കെ വേറെ കാര്യമില്ലേ. നമ്മൾ ലോക്കൽ മനുഷ്യന്മാരെടുക്കുക. അവിടെ ഈ അറബി എന്താന്ന് തിരിയാത്ത ഈ ആളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ മൂപ്പർക്ക് മനസ്സിലാണ്? ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ പോരെ. ബർസിഖിയ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ റൂഹിൻ്റെ ഭാഷയൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ഓരോ ഗവേഷണം ചെയ്ത് പറ്റാത്തൊക്കെ ഇസ്ലാമെന്ന് പുറത്താക്കിയാൽ ഇസ്ലാമിൽ എന്താ ഉണ്ടാകുക? അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, പറ്റാത്തൊക്കെ പുറത്താക്കുക. പാരമ്പര്യം എന്നത് തെളിവാണ്, ഖുർആൻ ഓതാൻ തെളിവാണ്. അലിഫ് ലാം മീം സ്വാദ്, അതിപ്പോൾ അൽമാസ് ഒന്നും വായിച്ചൂടെ? ഒരാൾ പറയാണ് അൽമാസ് ആശുപത്രിയെ കുറിച്ച് ഖുർആനിലുണ്ട് എന്ന് പറയാം. എവിടെ? അലിഫ് ലാം മീം സ്വാദ് അൽമാസ്. വേറെ ആൾ പറയാ എൻ്റെ കയ്യിലുള്ള അലാറത്തെ കുറിച്ച് ഖുർആനിലുണ്ട്. ഏതാണ്? അലിഫ് ലാം റാ അലാറോം. ഈ ആദ്യ കളി കളിച്ച എന്താ കാട്ടുകയെന്ന്. അതന്നെയല്ലേ മലപ്പുറം ജില്ലയിൽ ഒരു ഹംക്ക് പറഞ്ഞത്, രണ്ടാൾ തമ്മിൽ വ്യഭിചരിക്കുകയാണെങ്കിൽ പരമാവധി സൗകര്യം ചെയ്ത് കൊടുക്കണം, ആണ്ട് തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. എവിടെ തെളിവെന്ന് വെച്ചു? ഖുർആനിലുണ്ട്. കാരണം ഖുർആനിൽ തെളിവാ. എവിടെയെന്ന് വെച്ച് വലാ തഖറബു സിനാ, ഇന്ന വ്യഭിചാരത്തിലേക്ക് അടുത്തോണ്ടാന്ന്. അപ്പോൾ നടത്തുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് നടത്തിക്കൊണ്ട, ശല്യപ്പെടുത്തണ്ടാന്ന്. ഇവരൊക്കെ സമസ്തല്ലെങ്കിൽ സ്വസ്ഥതായിട്ട് വിട്ട എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? അപ്പോൾ വേറെ ആളെന്ന് കണ്ട് പറഞ്ഞു, ഉറപ്പായ പിന്നെ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു. ഖുർആനിൽ തെളിവുണ്ട്. യക്കൈനും കണ്ട് കയറിയ യക്കൈന് പല തസ്തികയിലാണ്. ഇസ്മുൽ ലക്കൈൻ, റസ്മുൽ ലക്കൈൻ, ഇൽമുൽ ലക്കൈൻ, ഐനുൽ ലക്കൈൻ, ഹഖുൽ ലക്കൈൻ, ഹഖീഖത്തുൽ ലക്കൈൻ. ഹഖീഖത്തുൽ ലക്കൈൻ ഒരാളാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ. എനിക്കിൻ്റെ വിഷയം അവതരിപ്പിക്കുവാണ്, നിങ്ങൾ ഉറങ്ങാതെ തന്നെ കേൾക്കുവാണോ, അങ്ങനെയൊക്കെ കൂടിയുള്ളൊരു ബുദ്ധിമുട്ടില്ല. അതിനിടയ്ക്ക് ഞാൻ ഫലപ്രദമായ ചിന്തിക്കാനും ചിരിക്കാനുള്ള ഫലിതങ്ങൾ പറഞ്ഞ് ബുഡൂസല്ല, അതൊക്കെ ശരിയാണ്, ഞാൻ കളവ് പറയലില്ല. യാത്രയിലുള്ള അനുഭവങ്ങൾ, കിതാബിൽ കണ്ട വിഷയങ്ങളാണ് ഉദാഹരണം പറയാം. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നറിയോ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ സമ്മതിച്ചു തരും. അങ്ങനെ പറ്റൂല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ യക്കൈൻ നമുക്കൊക്കെ നല്ല യക്കൈൻ ഉണ്ടാണ്. ഇന്ന് യക്കൈനില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വഷളാവും. ഇന്നത്തെ യക്കൈൻ എന്നൊക്കെ പറഞ്ഞാൽ മുദ്രാവാക്യത്തിൽ ഒതുങ്ങരുത്, അത് മരിക്കുമ്പോൾ തൂറ്റിപ്പോകും. യക്കൈൻ ഇവിടെ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ പല മുദ്രാവാക്യം എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. പണ്ട് അമേരിക്കയിൽ ഒരാൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നൂല് കെട്ടി, അടിയിൽ വെള്ളം ഒഴുകാണ്, വീണാൽ മരണം ഉറപ്പാണ്. ആ നൂലുമക്കൂടി ഇവിടുന്ന് അങ്ങോട്ട് നടന്നു. ആയിരക്കണക്കിന് കാളികൾ അത്ഭുതപ്പെട്ടു, കൈയടിച്ചു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇങ്ങോട്ട് നടന്ന് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചു, യക്കൈനുണ്ടോയെന്ന് വെച്ചു. എല്ലാവരും പറഞ്ഞു യക്കൈനുണ്ട്, വിശ്വാസമുണ്ട് സാറേ. വിശ്വാസമുള്ളവരെന്ന് എഴുന്നേറ്റെന്ന് എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചേ. അപ്പോൾ അയാൾ ചോദിച്ചു, തിരിച്ച് ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ എൻ്റെ തോളിൽ കയറി ഇരിക്കാൻ ധൈര്യമുള്ളവരൊന്നും മുമ്പോട്ട് വന്നേന്ന്. ആരും വരുന്നില്ല. കാരണം എല്ലാവർക്കും ഉറപ്പാണ് ചിലപ്പോൾ വീഴാൻ സാധ്യത ഉണ്ട് എന്ന്.
പിന്നെ കൈയൊട്ടിയത് എന്തിനാ നിങ്ങൾ ഈ പോണത് കാണാനാ. നമ്മളെ മുദ്രാവാക്യം അങ്ങനെ ആവരുത്. ഇപ്പം ഫലസ്തീനിലെ കുട്ടികളുണ്ടല്ലോ, എന്താണ് അവരായൊക്കെ നോക്കുക നിങ്ങൾ. ഒരു കുട്ടിനോട് ഒരു മലയാളി ഒരു പത്രക്കാരൻ പോയി ചോദിച്ചു, വാപ്പ മരിച്ചു, ഉമ്മ ചിന്നി ചിതറി കത്തിക്കരിഞ്ഞു, പെങ്ങന്മാരൊക്കെ ബിൽഡിങ്ങിൻ്റെ അടിയിലായി, ജ്യേഷ്ഠന്മാർ മുഴുവനും മയ്യത്തായി ഇസ്രായേൽ വെടിവെച്ചിട്ട്, ഈ പൈതൽ മാത്രം ബാക്കിയായി. ആ പൈതലിനോട് ഒരു മലയാളിയായ പത്രക്കാരനെ ചോദിച്ചു, മോനെ എൻ്റെ കേരളത്തേക്ക് പോയടാ മോനെ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എൻ്റെ വീട്ടിൽ താമസിക്കാം, എൻ്റെ കൺമണിയായ മോനായി ഞാൻ പോറ്റാ, എൻ്റെ നാട്ടിൽ പോകാന്ന് പറഞ്ഞു. ഫലസ്തീനിലെ ഈ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞങ്ങളെ കേരളത്തേക്ക് നിങ്ങളെ വാപ്പയായി കണ്ടു വന്നാൽ എൻ്റെ കാക്ക ഷഹീദായതുപോലെ എനിക്ക് ഷഹീദാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്. ഫലസ്തീനിലെ 7000 കുട്ടികൾ ഷഹീദായി, അവരെ കൂടെയാണ് നമുക്ക് സ്വർഗത്ത് പോകേണ്ടത്. നമുക്ക് ഷഹീദായാലും നമ്മളെ ബദർ എന്താണെന്ന് നിങ്ങൾ സമസ്തക്ക് പ്രവർത്തിക്കുക. അതന്നെയാണ് ബദർ, ഇതന്നെയാണ് ഉഹുദ്, ഇതന്നെയാണ് ഹന്തക്കിൻ്റെ കടങ്ങ് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ സമസ്തക്ക് വേണ്ടിയിട്ട് കൊടിയുത്താൻ കൊഴി ഒഴിക്കുക. അതന്നെ ഇന്നത്തെ ബദറും ഉഹുദും ഹന്തക്കൊക്കെ നമ്മളെ നാട്ടിൽ തന്നെയാണ്. ഞാനത് വെറുതെ പറയല്ല, ഹദീസ് പിടിച്ചോളൂ. മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിയത്തി ഷഹീദ് എന്ന് പറഞ്ഞ 100 ഷഹീദിന്റെ കൂലിട്ടുന്നാണ്. അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയില്ല നമുക്ക്, അള്ളാഹു നിലനിർത്തി തെറ്റ്. അപ്പം നമുക്ക് നേരിടാനുള്ളത് വിദേഹത്തിനോട് മാത്രമല്ല, ആവശ്യമില്ലാത്തോടത്ത് കേൾക്കാൻ പോകരുത്. നിങ്ങളൊന്നും ഈ യുക്തിവാദികളെ പ്രസംഗം തീരെ കേൾക്കരുത്. ഞാനേ കേൾക്കലുണ്ട്, കാരണം ഞാൻ 10 കൊല്ലം പള്ളിയർസിൽ മര്യാദക്ക് പഠിച്ച ആളാണ്. അപ്പോൾ അവരെവിടെ കട്ടത് എന്ന് എനിക്കറിയാം, വെട്ടിയത് എവിടെയെന്ന് എനിക്കറിയാം, അത് പിടികൂടാൻ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി എനിക്കറിയാം. നേരെ മറിച്ച് പഠിക്കാത്ത കുട്ടികൾ എല്ലാം വായിച്ചിട്ട് ഹക്ക് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്ന് മര്യാദക്ക് വായിക്കണ്ടേ? ഇന്ന് അങ്ങനെയാണ്, നമ്മൾ കേൾക്കാൻ പോരുത്. എത്രയോ കുട്ടികൾ പഴച്ചു പോയിട്ടുണ്ട്, മുർത്തദ്ദുകളായിട്ടുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുർത്തദ്ദുകളായി കയ്യിൽ നിന്ന് പോയവരുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം വസ്വാസാണ് നടക്കുന്നത്, മുഴുവനും വസ്വാസുകളാണ്. എന്ത് പറഞ്ഞ റസൂലുള്ളാഹിനെ കുറിച്ച് വസ്വാസാക്കുക, അള്ളാഹിനെ കുറിച്ച് വസ്വാസാക്കുക, ഖബർ ജീവിതത്തിനെ കുറിച്ച് വസ്വാസാക്കുക. ഒരു കുട്ടി ഇപ്പം അടുത്ത് ചോദിച്ചു, ഉസ്താദേ ഈ ഖബർ വിശാലാക്കാൻ തോർന്നാൽ മൂടലിൽ കൊഞ്ഞിടൂലേ എന്ന്. നമ്മൾ സാധാരണ ഖബറിങ്ങ് പോയിട്ട് തോർക്കുമല്ലോ, പഠിച്ചോനെ ഇയാളെ ഖബറൊന്ന് വിശാലാക്കണേന്ന്. അപ്പോൾ ലിബറൽസം കയറിയ കുട്ടി വേക്കുന്നത് അത് തോർക്കല്ലേ ഉസ്താദേ, കാരണം വല്യപ്പാനെ പിന്നെ സെൻറ്റർക്ക് മൂടലൊക്കെ കൂടി കൊഴിഞ്ഞു കുന്നാണ്. അപ്പം അപ്പുറത്തുനിന്ന് വേറെ കുട്ടി, ഒരിക്കലും വിശാലാക്കാൻ തോർക്കാൻ പറ്റില്ല, ഇടുങ്ങാനാണ് തോർക്കേണ്ടത്, കാരണം ഇതാണ്ട് വിശാലായ അപ്പുറത്തിൻ്റെ വല്യമ്മാൻ്റെ ഖബർ അതങ്ങോട്ട് ജാമാവുന്ന പറഞ്ഞു. ഇതൊക്കെ എന്താ കാരണം എന്നറിയാം നിങ്ങൾ? തലയിൽ കയറിയത് വേറെ സാധനമാണ്, എന്നാൽ കൊടി പിടിക്കാൻ മുമ്പിൽ ഉണ്ടാവും ചെയ്യും. ഇതാ അന്നത്തെ പ്രശ്നം. അപ്പോൾ എന്നോട് ഹൈറാനായിട്ട് 1-2 ആൾക്കാർ വിളിച്ചു ചോദിച്ചു, എന്താ അപ്പം അതിന് മറുപടി കൊടുക്കാന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, ബർസഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഉറങ്ങുക എന്നാണ്. ബർസഖ് എന്ന് പറഞ്ഞാൽ അതാണ്, രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു വിശ്രമ താവളം എന്നാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ 2 ആളിങ്ങനെ ഒപ്പം കിടന്നുറങ്ങുകയാണ്. ഒപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളിങ്ങനെ നീലാകാശത്തിലൂടെ പാറി പുറക്കേയിരിക്കും, മറ്റാൾ ആ കിണറ്റിക്ക് വീണിട്ട് പാമ്പടിച്ച് ആന്ന് പറയണേ. കാരണം ഇയാൾ കാണുന്നത് ഇയാൾക്കും ബാധകമല്ല, ഇയാൾ അനുഭവം മറ്റാൾക്കും ബാധകമല്ല. അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനല്ലേ? എന്നാൽ അങ്ങനെ തന്നെയാണ് ഖബറും. ഇവിടെ ഇടുങ്ങിയ അവിടെ ജാമാവോ, ഇവിടെ വിശാല അവിടെ, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അതൊരു ബർസഖി അനുഭവമാണ്. എങ്ങനെയെന്ന് അവിടെ പോയാലേ മനസ്സിലാവുള്ളൂ. സ്വപ്നം വെറുതെ എന്ന് പറയാൻ പറ്റില്ല. വെറുതെ ആണെങ്കിൽ എന്തേലും ചിലപ്പം കുളിക്കേണ്ടി വരണേ, ചിലപ്പം കുളിക്കേണ്ടി വരണില്ലേ? വെറുതെ ആണെങ്കിൽ അപ്പം കുളിമുറി കോടേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. സ്വപ്നം അങ്ങനെയാണ്, തള്ളാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ തന്നെയാണ് ബർസഖി അനുഭവം എന്ന്. സുബ്ഹാനവഞ്ചല്ല. ഇപ്പം ചില ആളുകൾ ഖബർ കൊയ്ക്കണ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഈ മൂടുകല്ലിൻ്റെ അടിയിക്കുള്ളത് 3 മുഴം 2 മുഴക്കെ. ഞാൻ അങ്ങനെ എന്തൊക്കെ, എന്തിനാ അപ്പം അതിൻ്റെ ആവശ്യം? അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഭാഗത്ത് കുഴിക്കണ എന്താ വെച്ചാൽ മലക്ക് വന്നിട്ട് മയ്യത്തെ നീപ്പിച്ച് ഇരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ തല മുട്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സുബ്ഹാനമഞ്ചല്ലോ. അപ്പം ചില ആൾക്കാരെ അടിച്ചാൽ മയ്യത്ത് ഓടുമ്പോൾ എന്താ കാട്ടുക? എന്നാൽ പിന്നെ അത്രയും പോരാ, കാരണം ചിലപ്പോൾ മലക്ക് വലിയ കുന്തേറ്റാണ്. അപ്പോൾ കുന്തേറ്റ് വരുമ്പോൾ ആ കുന്തം കണ്ട് ചാരി വെക്കണമല്ലോ, അതിനൊന്നും കൂടി നീട്ടണ്ടേ. മലക്കാനി അസ്വദാനി ഈ അഹരിഖാനിലുള്ള ബി അന്യാബിഹിമ വ ഷുഊറുലഹുമ ഷുഊറും മസ്ദൂല വ സൗതുഹുമ കറാദിൽ ഖാസിഫി വ നഫസുഹുമ കരീഹിൽ ആസിഫി വഫി യദി കുല്ലി മിൻഹുമ മിഖ്മൗ മിൻ ഹദീദ് എന്നല്ലേ, ഇരുമ്പിൻ്റെ കുന്താണേ കാരം. അപ്പം എന്താ ചെയ്യുക? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലിബറലിസം കേടിയ അപകടങ്ങളാണ്. ഞാൻ അങ്ങനെ ആഴത്ത് ആ കുഴി ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല, പൊതുവെയുള്ള ചോദ്യങ്ങൾ മൊത്തം അങ്ങനെയായി.
അവിടെയാണ് ശംസുലുലമ നമ്മുടെ കൽബിൽ ജീവിക്കേണ്ടത്. അവിടെയാണ് കണ്ണിയത്ത് ഉസ്താദ് നമ്മുടെ കൽബിലേക്ക് വരേണ്ടത്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു തആല മർക്കബ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ മഹല്ലി ദർസ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ലോറ് ബാങ്ക് വിളിക്കുകയാണ്. ബാങ്ക് വിളിച്ചപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി കയറി. 20 മിനിറ്റാണല്ലോ ഇക്കാമത്തിൻ്റെ ബാങ്കിൻ്റെ ഇടയിലുള്ളത്. ഇക്കാമത്ത് കൊടുക്കാൻ നേരത്തെ കണ്ണിയത്ത് ഉസ്താദ് നീച്ചെന്നു. എൻ്റെ അടുത്ത് മഹല്ലി ഓതിയ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും. പുറത്തുനിന്ന് കുറേ ആൾക്കാർ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട്, പുറമെ യാത്രക്കാരുണ്ട്, അവരടിയെന്നാണ് അപ്പോൾ ഇത് പറയണത്. എന്നിട്ട് ഓതിയ കുട്ടികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദർസ് നടത്തിയപ്പോൾ ഒരു ഇബാറത്തിന് അർത്ഥം വെച്ച് തെറ്റിയിട്ടുണ്ട്, അത് അബദ്ധമാണ്, അവിടെ ലമീർ മടക്കിയത് ശരിയല്ല, അതുകൊണ്ട് ശരി ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ ആകെ വഷളായി. കാരണം നാട്ടുകാർ കുറേ അവിടെ കൂടിയിട്ടുണ്ട്, യാത്രക്കാരും കയറിയിട്ടുണ്ട്. അവരടിയിൽ ഉസ്താദിന് റീമാർക്ക് വന്നില്ലേ, സമസ്തൻ്റെ പ്രസിഡന്റ് എന്തെങ്കിലുമൊക്കെ അർത്ഥം വെക്കുക, അത് ഓർമ്മ പിന്നെ തിരുത്തി തരികയെന്ന് നാടന്മാർ പറയില്ലേ. കാരണം ചില നാടന്മാർക്ക് ഒരു കഥയില്ലല്ലോ. ഏതോ ഒരു സ്ഥലത്ത് മൗലൂദ് ഓതുമ്പോൾ കുറേ ഉസ്താദ്മാർ വലിയ മഹാന്മാർ അവരിങ്ങനെ ഏട് നോക്കിയിട്ട് ബൈത്തല്ലി കൊടുത്തു. ഇന്ന ബൈതൻ തസാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി. അവരെ ഏട് നോക്കിയിട്ട് അല്ലി കൊടുത്ത്. ജവാബല്ലേ കുറേ നാടന്മാരൊക്കെ കൂടി കാണാതെ അതിന് ജവാബും ചൊല്ലി. പൈസ കൊടുത്ത സമയത്ത് ഈ ജവാബല്യ നാടന്മാർക്ക് 50ഉം ഏട് നോക്കിയിട്ട് ചൊല്ലിക്കൊടുത്ത് ഉസ്താമാക്കി 25ഉം കൊടുത്ത്. അപ്പോൾ ആരോ ചോദിച്ചു, എന്തിയപ്പോൾ ഇതിങ്ങനെ? ഓല് കാണാതെയാണ് ചൊല്ലിയത്, ഇവർ കണ്ടിട്ടാണെന്ന്. നാടന്മാരുടെ അവസ്ഥ അങ്ങനെയല്ലേ. അപ്പോൾ അവരുടെ ഇങ്ങനെ ദർശനത്തെയൊക്കെ തിരുത്തുമ്പോൾ മോശമല്ലേ? കുട്ടികൾക്ക് എന്നെ എന്തിച്ചു, ഉസ്താദിന് നാളെ പറഞ്ഞാൽ പോരായിരുന്നോ? ഇതാണ് നമ്മളെ ആലിമീങ്ങൾ. അല്ലെങ്കിൽ റൂമൊക്കെ വിളിച്ചിട്ട് വേറെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇപ്പം തന്നെ പറയണോ? ആ കണ്ണിയത്ത് ഉസ്താദിനോട് 1-2 കുട്ടികൾ ചോദിച്ചപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന് മറുപടി എന്താ അറിയോ? SKSBയുടെ കുട്ടികളെ എന്താ മറുപടി എന്നറിയോ? നാളെ ആ സമയത്ത് ഞാൻ ഉണ്ടാവുമെന്നതിന് എന്താ മോനെ തെളിവ്? ചോദിച്ച കുട്ടി അങ്ങ് കരയുകയാണ്. എന്തിനാ നമ്മുടെ മഹാന്മാർ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ 2 ആഴ്ച മുമ്പ് കാസർഗോഡൊക്കെ പ്രോഗ്രാമിന് പോവാൻ. സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന പടുകൂറ്റൻ പണ്ഡിതൻ നേതാവ് എൻ്റെ അടുത്തുണ്ട്, പേര് ഞാൻ പറയണില്ല. മിക്കവാറും കാസർഗോഡ് പോകുമ്പോൾ ആരാന്നിപ്പോൾ നിങ്ങൾക്കും അറിയാമല്ലോ. എൻ്റെ വാള അവരെന്നാ ഉദ്ഘാടനം. അവർ കയറിയത് കോഴിക്കോട് നിന്നാണ്, ഞാൻ കയറിയത് തിരൂരിൽ നിന്നാണ്. എൻ്റെ കൂടെ ചിലപ്പോൾ 1-2 കുട്ടികളുണ്ടാവും, അപൂർവമാണ് ഒറ്റയ്ക്ക് പോയാൽ. അവരെ കൂടെ ആരുമില്ല, ഒറ്റക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒറ്റക്ക് പ്രത്യേകിച്ച് ഏഷണി ഭീഷണിയൊക്കെ ഉള്ള ഈ പരീക്ഷണ സമയത്ത് ഒറ്റക്ക് എന്നുള്ളൊരു പ്രയാസമല്ലേ, സുരക്ഷിതത്തിന് ഒരാളെങ്കിലും കൂടെ വേണ്ടേന്ന് വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു മറുപടി, തിരിച്ച് വരുമ്പോഴും ഞാൻ വണ്ടിയെന്ന് ഓർത്തു. എന്താ പറഞ്ഞേ അറിയോ? ഞാൻ സമസ്തയുടെ ഒരു ഹാദിം എന്ന നിലയിൽ, ഇതാണ് നമുക്ക് വേണ്ടത് സന്തോഷം, സമസ്തയുടെ ഒരു ഹാദിം എന്ന നിലയിൽ, സമസ്തയുടെ ഒരു ഹാദിം എന്ന നിലയിൽ ഞാൻ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും. ഇനി ഞാൻ കൊല ചെയ്യപ്പെട്ടാലോ ഒന്നും കൂടി ആൾക്കാർ കൂടും. എനിക്ക് എന്ത് നഷ്ടമുള്ളത് റഹ്മാനി എന്ന് വെച്ച് എൻ്റെ തലക്കങ്ങോട്ട് കയറിയത്. പടച്ചോനെ, നമ്മളൊക്കെ മരിച്ചാൽ എത്ര ആളുകളാണ് മയ്യിത്ത് നിസ്കരിക്കാൻ ഉണ്ടാവുക? എൻ്റെ അമ്മ 2 വർഷം മുമ്പ് എന്നോട് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ജീവിതത്തിൽ കാണാത്ത ഗ്രാമങ്ങൾ ഉമ്മാക്ക് വേണ്ടി ഖത്തം തീർക്കുക. ഞാനവരെ കണ്ടിട്ട് തന്നെയില്ല. ഞാൻ എവിടെയെങ്കിലും വാല് പറയുകയാണെങ്കിൽ സംഭാവന പിരിച്ചാൽ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഫത്തയിൽ ഫത്തായിലായിരുന്നു ഉമ്മ മരിച്ച 3-ാം ദിവസം എനിക്ക് വാല്. അന്ന് ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചു തരാം, ജലീർ റഹ്മാനിൻ്റെ ഉമ്മൻ്റെ ഖബർ സന്തോഷമാകാൻ വേണ്ടിയിട്ട് 38,000 റുപ്യ. ആളിൻ്റെ ഉമ്മാനെ കണ്ടിട്ടും കൂടിയില്ല. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നതാ? സമസ്തയുടെ ഹാദ്യമായതിൻ്റെ പേരിൽ കിട്ടുന്നതാ. അല്ല, ഞാൻ എൻ്റെ വാചാലത കൊണ്ട് കിട്ടുന്നതല്ല. ഞാൻ ഇപ്പോൾ സമസ്തയിൽ നിന്നാണ് രാജിവെച്ച് നോക്കണം. ഞാൻ പരിയിൽ കുട്ടികളെ കളിപ്പിച്ച് ഇങ്ങനെ ഉറ്റി കളിച്ചിരിക്കാം എന്നെ. ഇതൊക്കെ സമസ്തയിലൊരു ഹാദ്യമാകുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ചിലർക്കൊന്നും ഇതൊക്കെ നമ്മളെ കഴിവാണ് എന്ന്. അവരൊക്കെ ഒരു മൂലൊക്കെ ചൂലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചു വരി പോകേണ്ടി വരും. പിന്നെ നമ്മൾ മരിച്ചാൽ എത്ര ആളുകളെ മയ്യിത്ത്, എത്ര ആൾക്കാരെ മനം പൊട്ടിയത് ഓർക്കുക, എത്ര ഹത്തുമ നമുക്ക് കിട്ടുക. 2 ആൾ നമുക്ക് അനുകൂലമായിട്ട് മുഅ്മിനീങ്ങൾ പറഞ്ഞ വജബാന്ന് റസൂൽ പറഞ്ഞു, സബത്ത വജബ, അത് പാസ്സായി. എന്ത് പാസ്സായി? സ്വർഗം പാസ്സായി, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യം എന്താ നിങ്ങൾ? ഇത് കേവലം പാർട്ടിയല്ല, ഇത് കേവലം ഗ്രൂപ്പല്ല, ഇത് ഹിദായത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിലൊരു അവസരം കിട്ടുക എന്നുള്ളത് പടച്ചോൻ്റെ തെരഞ്ഞെടുപ്പാണ്. അതിന് ഈ ശുക്രാണ് നമുക്ക് വേണ്ടത്. സമയം 86,400 സെക്കൻഡ് ഒരു ദിവസം അല്ലാഹു തആല നമുക്ക് തരുന്നുണ്ട്. എത്ര? ഉറപ്പന്നല്ലേ?
പിന്നെന്താ എല്ലാവരും കൂടി ഏറ്റു പറഞ്ഞേ? 86,400 സെക്കൻഡാണ് ഒരു ദിവസം. ഒരു ദിവസം ഒരു മനുഷ്യന് അല്ലാഹു തആല നൽകുന്ന എല്ലാ നിയമത്തും വ്യത്യാസമാണ്. എനിക്ക് കിട്ടുന്ന ഭക്ഷണമല്ല ഇപ്പം അങ്ങ് കിട്ടുക. എനിക്ക് കിട്ടുന്ന ഭക്ഷണമാണോ അങ്ങ് കിട്ടിയത്? അല്ല. എനിക്ക് കുറേ ഇറച്ചി കോരിട്ടെന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്നും തിന്നാൻ വയ്യ, ഒക്കെ അല്ല. ഞാൻ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഇങ്ങക്ക് കിട്ടിയത് ആ ഇട്ടുന്ന ആൾ ഇതൊക്കെ കനം കണ്ടിട്ട് ഇറച്ചിയാന്ന് ചോദിച്ചാൽ ഇട്ടെന്നാട്ടോ, അവരെ കുറ്റം പറയാൻ പറ്റൂല, അതും പറഞ്ഞുതരാം. നേരെ മറിച്ച് ഇങ്ങക്ക് കിട്ടിയത് വേറെ ആയിരിക്കും. ഞാൻ പൊറാട്ട അങ്ങ് കിട്ടിയത് പത്തിരി ആയിരിക്കും. എല്ലാ നിയമത്തും വ്യത്യാസമാണ്. പക്ഷേ ഒരു ദിവസം അല്ലാഹു തആല ഓരോ മനുഷ്യനും കൊടുക്കുന്ന നിയമത്തുണ്ട്, സമയമെന്ന സമ്പത്ത്. അത് എല്ലാവർക്കും കിട്ടുന്നത് ഒരു ദിവസം ജീവിച്ചാൽ 86,400 സെക്കൻഡാണ്. ഇത് വെച്ചിട്ടാണ് ചിലർ സ്വർഗം വാങ്ങണത്, അത് വെച്ചിട്ടാണ് ചിലർ നരകവും വാങ്ങണത്. നമ്മൾ ഏതാ വാങ്ങണ്ടേ? സ്വർഗമാണ്. അതിന് കച്ചവട ലാഭം ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുമിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഈ കച്ചവടം പരാജയപ്പെട്ടാലോ? വൽ അസ്ർ, വൈകുന്നേര സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, എന്താ വൈകുന്നേര സമയം പിടിക്കാൻ കാരണം? കച്ചവടത്തിലെ വരവും ചെലവൊക്കെ കണക്കൂട്ടൽ വൈകുന്നേരമാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ കടയിലിരുന്നിട്ട് വൈകുന്നേരം തലയും ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ഈച്ചനാട്ടിയിരിക്കുന്നത്? കച്ചവടം കണക്കൂട്ടൽ വൈകുന്നേരമാണ്. ഇപ്പുറത്ത് നമ്മുടെ പ്രവർത്തനം ഉണ്ടല്ലോ, ശരീരവും മനസ്സും സമ്പത്തും അള്ളാഹ്ക്ക് കൊടുത്തിട്ടുള്ള ഈ പരിശ്രമം, ഇതിനെ പടച്ചോൻ പറഞ്ഞ തിജാറത്ത് എന്നാണ്. തിജാറത്ത് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം തന്നെ ബിസിനസ് എന്നാണ്. ഇനി മറന്നു പോണ്ടാന്ന് കരുതിയിട്ട് അള്ളാഹ് ആ ലഫ്ള് തന്നെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. കഠിന കഠോരമായ ബീഭത്സകമായ നരകീയ ജ്വാലയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടത്തെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെ. തുമിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. SKSBയുടെ മക്കളെ, നിങ്ങൾ ഒന്നാം തരം കച്ചവടത്തിലപ്പോൾ വലാസർ ഇനി കണക്കൂട്ടണം. വൈകുന്നേരം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അതിൽ പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇല്ലല്ലദീന ആമനു, 4 അവിടെ പറഞ്ഞത് ഇല്ല. അതിൽ മഹാന്മാർ സൂചന പറയുന്നുണ്ട്. ഇല്ലല്ലദീന ആമനു അബൂബക്കർ സിദ്ദീഖ് ഒഴിച്ച്, വഅമിലു സ്വാലിഹാത്ത് ഉമറുൽ ഫാറൂഖ് ഒഴിച്ച്, വതവാസൗ ബിൽ ഹഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒഴിച്ച്, വതവാസൗ ബിസ് സബ്ർ അലി ഇബ്നു അബി ത്വാലിബ് ഒഴിച്ച്. ഈ 4 ആൾക്കാരാണ് കച്ചവടത്തിലെ വലിയ മുതലാളിമാർ. കൊണ്ട് ഓരോ ആയത്തിൽ ഓരോ മഹാന്മാരിലേക്ക് സൂചനയാണ്. എൻ്റെ വകയല്ല, ഇസ്മായിൽ ലക്കി റഹിമഹുല്ലാഹ് റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അവരെ 4 ആളെ കൂടെ ചേർന്നിട്ടാണ് പോവാനുള്ളത് സ്വർഗത്തിലേക്ക്. നമ്മളെ കച്ചവടം സമസ്തയിലൂടെയാണ്, നിങ്ങളുടെ കച്ചവടം SKSBയിലൂടെയാണ്, കുറച്ച് കഴിഞ്ഞാൽ SKSFയിലൂടെയാണ്, പിന്നെ കഴിഞ്ഞാൽ SYSലൂടെയാണ്. ഈ കച്ചവടം പൊട്ടിപ്പോകരുത്. ഇത് രക്ഷപ്പെട്ടാൽ സ്വർഗാൻ. അവിടെയാണ് നമ്മെ കാത്തിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. മുൻകഴിഞ്ഞു പോയ മാന്മാരായ വരക്കലുപ്പാപ്പയെ പോലെ, പാങ്ങിലുപ്പാപ്പയെ പോലെ, പറവണ്ണ ഉസ്താദിനെ പോലെ, ചാലിയാത്തി മഹാനെ പോലെ, വലിയുള്ളാഹി ശംസുലമായ പോലെയുള്ള മഹാന്മാർ നമ്മെ കാത്തിരിക്കുന്നത് പാലാറ് വിഞ്ഞാറ് തേനാറ് കളകളാറവം മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിലാണ്. അള്ളാഹു അവിടെ എത്തുന്നത് വരെ ചിതറാതെ പതറാതെ ഇടറാതെ സമസ്തക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യാൻ അള്ളാഹു അവസരം നൽകട്ടെ. അള്ളാഹു അവസരം നൽകട്ടെ. 5 മിനിറ്റും കൂടി ഒരു സലാത്ത് എല്ലാവരും കൂടി ചൊല്ലിക്കേ. 1 മതി രക്ഷപ്പെടാൻ, പക്ഷെ ചൊല്ലുമ്പോലെ ചൊല്ലണം. മദീനന്റെ പച്ച കുബ്ബയെ കൽബിൽ, കൽബാണല്ലോ വിഷയം. കൽബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇളകുക എന്നാണ്. കൽബ് എന്താ അർത്ഥം? കൽബ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇളകുക എന്നാണ്. മറിയ ഇങ്കലബ എങ്കലിബ് ഇൻകിലാബ്, മറിയ കൽബ്. അതുകൊണ്ടല്ല അഖീദ എന്ന് വന്നത്. അഖദ് എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക എന്നാണ്. മിൻ ശരീൽ വസ്വാസ് അവിടെ അല്ലേ ഖുൽ ബിന്നാസ് മലിക്കിന്നാസ് മിൻ ശരീൽ വസ്വാസിൽ ഖന്നാസ്. അതിൻ്റെ നേരെ ഇപ്പുറത്തെ ഖുൽ ബിൽ ഫലക്ക് മിൻ ശരി മാ ഖലക്ക് മിൻ ശരി ഗാസിഖിൻ ഇദാ മിൻ ശരി നഫാഥ ഫിൽ ഉഖദ്. അഖദിൻ്റെ ജമ്മാണ്. അപ്പം അഖദ് എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക. എന്തിനാ കെട്ടിയിടണേ? ഇളകണ സാധനത്തിനെ കെട്ടിയിടണം. എന്തുകൊണ്ടാണ് കെട്ടിയിടേണ്ടത്? കയറുണ്ട്. ഏതാ കയറ്? വഅതസിമു ബിഹബലില്ലാഹ്. അതാ കയറ്. ഏതാണത്? ഫഅലം അന്നഹു ലാ ഇലാഹ لا إله إلا الله لا
ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ ഒരു ബന്ധം നോക്കാൻ നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരാണ്. മുഹമ്മദ് റസൂലുള്ള 12 അക്ഷരാണ്. അബൂബക്കർ സിദ്ദീഖ് 12 അക്ഷരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് 12 അക്ഷരാണ്. ഇതല്ലെങ്കിൽ എനിക്ക് ഫോൺ ചെയ്തോളി, പിന്നെ ഏരിയക്ക് വാതിന് ഞാൻ വരില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 അക്ഷരാണ്. അലി ഇബ്നു അബി ത്വാലിബ് 12 അക്ഷരാണ്. ഇതൊക്കെ സമർപ്പിക്കാൻ വേണ്ടി വന്ന മുത്തുനബി എന്ന റബീഉൽ അവ്വൽ 12 റബ്ബിൻ വിധിയാലെ റബീഉൽ അവ്വൽ 12 ഓതിത്തവരാ 12 ഓതിത്തവരാ. ഈ 12 കൂടെ നിന്നാലേ നമുക്കൊരു കൊല്ലം കിട്ടണ മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 12. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കൂട്ടിയാൽ കിട്ടണ 24. ഒരു ദിവസത്തെ മണിക്കൂറുകളുടെ എണ്ണം എത്രയാണ്? 24. അതാണ് ഞാൻ പറഞ്ഞത് 86,400 സെക്കൻഡ് എന്ന്. ഇത് സമസ്തക്ക് വേണ്ടിയാണ്ട് ഇറങ്ങി പ്രവർത്തിച്ചാണ്ടല്ലോ മരിക്കുന്ന സമയത്ത് മക്കളെ ചിരിച്ചിട്ട് മരിക്കാൻ കഴിയും. അപ്പോഴാണ് ചെത്തി പൊളിക്കേണ്ടത്. ചിരിച്ചിട്ട് മരിക്കാൻ കഴിയും. ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് വല്ലാണ്ട് ചിരിക്കൂല. അപ്പോൾ കുട്ടികൾ സ്നേഹിതന്മാർ ചോദിച്ചു, ഈ എന്താണ് ഈ ചിരിക്കാത്ത? നീ മരിക്കുമ്പോൾ ചിരിക്കാൻ നിൽക്കുക. അപ്പം ചിരിച്ചു. ഞാൻ മരിക്കുമ്പോൾ ചിരിക്കാൻ എപ്പോൾ കൂടുതൽ ചിരിക്കാത്തതെന്ന് പറഞ്ഞു. ഇയാൾ മരിച്ചപ്പോഴേ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളടക്കം ചിരിക്കണത് കണ്ടു എന്നാണ്. അപ്പോൾ ഒരു ചിരിയുണ്ട്. ഷംസുലമ പോയത് എങ്ങനെയാ അറിയോ? സുബൈൻ്റെ ബാങ്ക് ഇങ്ങനെ മുഴക്കാണ്. ഷംസുലമ കയ്യിൽ തസ്ബീഹിൻ്റെ മാല, അതരത്തിൽ ബാങ്കിൻ്റെ ധ്വനി, അത് ഏറ്റ് ജവാബ് വല്ലി. മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഷംസുൽമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. പിന്നെ കണ്ണടച്ചു. അവർ അള്ളാഹുവിൻ്റെ അനന്ത വിഹായസിലേക്ക് പാറിപ്പറന്നു. അള്ളാഹുയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. SKSBയുടെ ഒരു പ്രവർത്തകനായ മഞ്ചേരി കാരക്കുന്ന് എന്ന സ്ഥലത്തുള്ളൊരു പ്രവർത്തകൻ്റെ മരണം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബ്ലഡ് ക്യാൻസർ പിടിച്ചു ഇടക്കാലത്ത്. പത്തപ്പെരിയം എന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ 2 പ്രാവശ്യം സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്താണ്. അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആ കുട്ടി തിരിച്ച് നാട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ വ്യാഴാഴ്ച അസറായപ്പോൾ കുറേ കുടുംബക്കാർ കാണാൻ വന്നു. വൈകാതെ എല്ലാവരോടും പോകാൻ പറഞ്ഞു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ SKSFൻ്റെ ഈ പ്രവർത്തകന് വാപ്പയെ വിളിച്ചു, ഉമ്മയെ വിളിച്ചു. ഉമ്മാക്ക് കുറച്ച് പൈസ കൊടുത്തു, കരഞ്ഞു, കെട്ടിപ്പിടിച്ചു, മാപ്പ് ചോദിച്ചു. ഉമ്മ ചോദിച്ചു, മോനെ എന്തിനാ കരയണ്? എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾക്ക് തരാതേ ഉള്ളൂ, കൂടുതൽ തരാൻ കഴിയാത്തതിൽ പൊരുത്തപ്പെടണം. ഉമ്മ കരഞ്ഞു. ഉമ്മാൻ്റെ കുട്ടി എന്താ അങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ചു. അത് പറയേണ്ട സമയം അയക്കണം ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മ ഉള്ളിലേക്ക് പോയി വാപ്പാനോട് കാല് നീട്ടാൻ വേണ്ടി പറഞ്ഞു. വാപ്പ നീട്ടിക്കൊടുത്തു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. ഞാൻ ഇമാമത്തിക്ക, വാപ്പ വേക്കൽ നിന്നോളി. 2 ആളും കൂടി ജമാഅത്ത് നിസ്കരിച്ചു. പിന്നെയും വാപ്പാനോട് കാല് നീട്ടാൻ വേണ്ടി പറഞ്ഞു. കാല് നീട്ടിക്കൊടുത്തു. വാപ്പാൻ്റെ തൊടയിൽ കിടന്നിട്ട് കയ്യിൽ തസ്ബീഹിൻ്റെ മാല പിടിച്ച് ഷംസുലമയെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഈ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കർമ്മോത്സകനായ പ്രവർത്തകൻ ഉച്ചൈസ്തരം ദിക്ർ ചൊല്ലി ചിരിച്ചുകൊണ്ട് പ്രസന്ന ഭാവത്തോടുകൂടി വാപ്പച്ചിൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു. അയാളെ മയ്യത്ത് താങ്ങിക്കൊണ്ടുവന്നതിൻ്റെ വേക്കിൽ ഞാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ചെറിയ കളിയല്ല, ഇത് അള്ളാഹുവിൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ ഉള്ള ലക്ഷ്യം, നമുക്ക് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമ്മുടെ ആത്മാവിൻ്റെ സംഗീതം. ഇതാണ് നമ്മുടെ റൂഹിൻ്റെ റാഹത്ത്. ഇതാണ് നമ്മുടെ ഖൽബിൻ്റെ തേജസ്. ഇതാണ് ലാസ്റ്റ് ശ്വാസത്തിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ മുഴക്കേണ്ട മന്ത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മുഴക്കി ചിരിച്ച് പ്രസന്ന ഭാവത്തോടെ മരിച്ച് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്, ഇവിടെ നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ. ഇതെന്നെ അതിക്രമിച്ചോ എന്ന് എനിക്ക് എന്നോട് നാണമുണ്ടെങ്കിൽ നിങ്ങളും ക്ഷമിക്കണം എന്ന് സാദരം ഉണർത്തി, ഇൻഷാ അല്ലാ എന്നെ സമദ് മുസ്ലിയാർ മുട്ടവും എൻ്റെ പ്രിയ സുഹൃത്ത് ശുക്കൂർ പൈസയൊക്കെ കൂടി തട്ടി മുട്ടി ഞാൻ മട്ടത്തിൽ ഇവിടെ എത്തിയതാണ്. ഏതായാലും ഇൻഷാ അല്ലാ വിളിച്ചതിൽ സന്തോഷം. അവരോട് പ്രത്യേകം നന്ദി പറഞ്ഞ്, നിങ്ങളോട് പൊതുവായി നന്ദി പറഞ്ഞ് ദുആക്ക് പ്രത്യേകം പ്രേരിപ്പിച്ചുകൊണ്ട്, അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.